നമസ്കാരം. ഈ നിമിഷത്തിലെ വാർത്തയിലേക്ക്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നഴ്സിന്റെ വധശിക്ഷയ്ക്ക് സ്റ്റേ. നിമിഷപ്രിയയുടെ അപ്പീൽ ഫയൽ സ്വീകരിച്ച ശേഷമാണ് യമൻ കോടതിയുടെ വിധി. താൽക്കാലിക സ്റ്റേ 6 മാസത്തോളം നിലനിൽക്കുമെന്ന് നിമിഷയുടെ അഭിഭാഷകൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് നീട്ടിവെക്കുക, നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകുക എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് യമൻ കോടതിയുടെ വിധി. നിമിഷ കൃത്യം ചെയ്യാനുള്ള സാഹചര്യവും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ ക്രിമിനൽ സ്വഭാവവും കോടതിയെ ബോധ്യപ്പെടുത്താനും അപ്പീൽ വഴി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇതോടെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ആവശ്യപ്പെട്ട 70 ലക്ഷം രൂപ നഷ്ടപരിഹാര തുക നൽകാൻ കൂടുതൽ സമയം ലഭിക്കും. സ്റ്റേ നൽകിയ കോടതി വിധി പ്രതീക്ഷ നൽകുന്നതാണെന്നും സ്റ്റേക്ക് 6 മാസത്തോളം കാലാവധി ഉണ്ടാകുമെന്നും നിമിഷയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ എൽ ബാലചന്ദ്രൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. % പ്രതീക്ഷയുണ്ട്. എക്സിക്യൂഷൻ മാറ്റിവെക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിമിഷത്തെ മരിച്ചുപോയ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാര് ഒരു അമിക്കബിളായിട്ട് ഒരു സെറ്റിൽമെന്റ് വരാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബ്ലഡ് മണി 70 ലക്ഷത്തിൽ നിന്നും കുറയ്ക്കാനുള്ള ഇടപെടലുകളും നടക്കുന്നുണ്ട്. 2017 യമൻ പൗരനെ കൊന്ന് ജലസംഭരണിക്കകത്ത് ഒളിപ്പിച്ചു എന്നതാണ് നിമിഷയ്ക്കെതിരായ കേസ്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകരും ഇതിനകം ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റേ അനുവദിച്ച കോടതി വിധിയിൽ പ്രതീക്ഷയുണ്ടെന്ന് നിമിഷയുടെ കുടുംബവും പ്രതികരിച്ചു. റിപ്പോർട്ടർ, പാലക്കാട്. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ഈ മണിക്കൂറിൽ അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിമിഷയുടെ അഭിഭാഷകൻ ടോമി തോമസ്, നിമിഷയുടെ ഭർത്താവ്, ഒപ്പം തന്നെ പ്രേമകുമാരി, നിമിഷയുടെ അമ്മ സാമുവൽ, യമനിലെ സാമൂഹ്യ പ്രവർത്തകനാണ് വയറഹിം ഇൻകാസ് ദുബായ്, ഒപ്പം തന്നെ ജാബിർ, അദ്ദേഹം നോർക്ക ഭാരവാഹിയാണ് സജീവ് എന്ന സൂമിൽ. ഇത്രയും പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നിമിഷയുടെ അഭിഭാഷകനിലേക്ക്, ബാലചന്ദ്രനിലേക്ക്. ശ്രീ ബാലചന്ദ്രൻ, ഇപ്പോൾ വധശിക്ഷയ്ക്ക് സ്റ്റേയുണ്ട് താൽക്കാലികമായെങ്കിലും. ഏറെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ്. എത്ര കാലത്തേക്കാണ് സ്റ്റേ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരങ്ങൾ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടൈം ലിമിറ്റ് അല്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പീൽ കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ 90 ദിവസത്തിനകം അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിമിഷയ്ക്ക് വധശിക്ഷ ഈ വിധി വന്നതിന് 90 ദിവസത്തിനകം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ അപ്പീൽ കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അതിനകത്ത് ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. മറ്റേതിന് മാത്രം ടൈം ലിമിറ്റ് ഉണ്ട്. 90 ദിവസത്തിനകം 90 days ആണ്. ഒരു ഓർഡർ അപ്പീൽ സെക്കൻഡ് കോടതിയിൽ നിന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ വരുന്നത് വിത്തിൻ 90 days അത് ചെയ്തിരിക്കണം. ആ 90 daysന് പകരം നമ്മൾ 15 ദിവസം കൊണ്ട് അതിന് നമുക്കൊരു സ്റ്റേ കൊടുത്ത് നമ്മൾ മേൽക്കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അത് ഫയൽ സ്വീകരിച്ചത് കൊണ്ട് ആ എക്സിക്യൂഷൻ നമ്മൾ ഇതോടുകൂടി മാറി. ഇനി 90 days അല്ല, ഇനിയിപ്പം 90ക്ക് മുകളിലായാലും ശരി, താൽക്കാലികമായിട്ട് ആ ഒരു എക്സിക്യൂഷൻ നടക്കില്ല. ഒരു വധശിക്ഷയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഇപ്പം നിമിഷ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശരി, നിമിഷയുടെ അമ്മയിലേക്ക്, പ്രേമകുമാരിയിലേക്ക്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? 70 ലക്ഷം രൂപയാണ് ബ്ലഡ് മണിയായി അവർ ആവശ്യപ്പെട്ടിരുന്നത്. അതിപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും എത്ര വരെ കുറയുക എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നിമിഷ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചോ? ഈ തുക ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്? ഒരു കാര്യം എന്നോട് നിമിഷം സംസാരിച്ചിട്ടില്ല. സാറ് പറഞ്ഞു കേട്ടാ ഞാൻ അറിയണേ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ പൈസ എങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ, നമ്മൾ ഇവിടെയുള്ള എല്ലാവരും തന്നെ, നിങ്ങൾ ചാനലുകാരെ ഇടപെട്ട് തന്നെ ഉണ്ടാക്കണം. നിമിഷയുടെ അമ്മയ്ക്ക്, അമ്മയായ എനിക്ക് ഒരു പൈസ ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണല്ലോ, നേരത്തെ പറഞ്ഞതായിരുന്നു. പക്ഷെ എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള കഴിവില്ല. ടോമിക്കാണെങ്കിലും തീരെ കഴിവില്ല. അതുകൊണ്ട് പൈസ എങ്ങനെയാണെങ്കിലും സംഘടന നിങ്ങളെ തന്നെ പൈസ രൂപിക്കണം. ഇപ്പോൾ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുമ്പോൾ സ്വാഭാവികമായും അവർ പറയുക പണം എന്തായാലും നൽകേണ്ടി വരും. ഇനി അതായിരിക്കും കുടുംബത്തിന് മുന്നിൽ ഉണ്ടാകുന്ന ഏക വഴി. എന്താണ് നിമിഷയുടെ ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? എന്താണ് കേരളീയരോട്, മലയാളികളോട് പറയാനുള്ളത്? അമ്മയോടാണ്. ഭർത്താവ് പൈസയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ നടന്നു. പക്ഷേ പൈസ എങ്ങനെയും ആരാണെങ്കിലും 70 ലക്ഷം രൂപ എടുത്ത് തരാൻ തരില്ല. എങ്കിലും പത്രത്തിൽ കൊടുക്കാം എന്നൊക്കെ നമ്മൾ വക്കീൽ സാറുമായിട്ട് ആലോചിച്ചതായിരുന്നു. പിന്നെ വധശിക്ഷ വന്നപ്പോൾ പിന്നെ ഒന്നും എടുത്തു വയ്ക്കാൻ പറ്റാത്ത ഒരു ഇതായല്ലോ.
പെട്ടെന്നാണ് വധശിക്ഷയ്ക്ക് ഉള്ള ഒരു ഇത് കിട്ടിയത്. നിങ്ങളെല്ലാവരും തന്നെ അതിനുവേണ്ടി പോരാടി ഇത്രയും വധശിക്ഷയിൽ നിന്നുള്ള ഒരു അതിന്റെ ഒരു ആശ്വാസമില്ലേ? വധശിക്ഷയിൽ നിന്ന് ഒഴിവായി എന്നുള്ള ഭയങ്കരമായ ഒരു ആശ്വാസമുണ്ട്. ഞാൻ നന്ദി പറയും. താൽക്കാലികമായി ചെയ്തു എന്നുള്ളതിൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കുന്നു. അതായത് ഒരു വലിയ ഇതിൽ നിന്ന് മാറ്റം കിട്ടിയല്ലോ. അവിടെ സംബന്ധമായി, അതായത് അറബി രാജ്യത്തെ ഒരു നിയമമനുസരിച്ച് നമുക്ക് ഇങ്ങനെ നമ്മൾ പരിശ്രമിച്ചാലും കിട്ടും എന്നുള്ള ഉറപ്പില്ലാത്ത ഒരു അവസരമായിരുന്നു. ശരി, എനിക്ക് കൂടുതൽ പ്രത്യേകിച്ചും വിദേശ മലയാളികളുടെ സഹായം ഏത് തരത്തിൽ ഇതിലുണ്ടാകും എന്നതുകൂടി അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് മറ്റ് സംഘടനകൾക്ക്, വിദേശത്തുള്ള മറ്റ് സംഘടനകൾക്ക്, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിലുള്ള സംഘടനകൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയുക എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. വൈ എ റഹീം, ജാബിർ സജീവ് എന്നിവർ. ആദ്യം വൈ എ റഹീമിലേക്ക്. ശ്രീ വൈ എ റഹീം, നോക്കൂ, ഇപ്പോൾ താൽക്കാലികമായൊരു സ്റ്റേ ഉണ്ടായിട്ടുണ്ട്. അതായത് ബ്ലഡ് മണി കൊടുത്താൽ, ശരി, ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ വധശിക്ഷ ഒഴിവാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വധശിക്ഷ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുക നിമിഷയ്ക്ക് വേണ്ടി? നമ്മളിപ്പോ 15 ദിവസത്തിന്റെ അകത്ത് അപ്പീലബിൾ ആയിട്ടുള്ള ഒരു കേസായിരുന്നു, വധശിക്ഷയായിരുന്നു. അപ്പോൾ അപ്പീൽ കൊടുത്തപ്പോ പരമോന്നത നീതിപീഠം, അതായത് ജുഡീഷ്യൽ കൗൺസിലാണ്, നമ്മുടെ സുപ്രീം കോർട്ട് പോലുള്ള ഒരു സംവിധാനമാണ്, അവിടെ അത് സ്വീകരിക്കുകയും എക്സിക്യൂഷൻ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് രണ്ടാമതുള്ളത് ഈ നെഗോസിയേഷൻ നടത്തുന്ന കാര്യത്തില് നമുക്കിപ്പോ എന്തായാലും ദൈവസഹായത്താൽ സാമുവലുണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് ബാലേന്ദ്രനുണ്ട്, സജീവ് ഉണ്ട്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സിനു, അതുപോലെ നമ്മളെ സഹായിക്കാൻ യമനിയിലുള്ള നാഷണൽസ് ആയിട്ടുള്ള നാഫി, ബദർ എംബസിയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഇവര് സാമിന്റെ നേതൃത്വത്തില് ശരിക്കും ഷേഖ് ഓഫ് സുവൈദി, അത് മിസ്റ്റർ നാഫി വഴിയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിയാമണി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായും ദിയാമണി കൊടുത്താൽ അവർ സമ്മതിക്കുമെങ്കിൽ ആ ദിയാമണി കൊടുത്ത് നമുക്ക് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അൺനെസസറിലി ഈ മീഡിയകളിലേക്ക് നമ്മൾ ഇതിനെ വലിച്ചഴിക്കുകയോ, മീൻസ് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഈ ചാനലുകളിലുള്ള ചർച്ച വളരെ പോസിറ്റീവായി നടത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല. മറിച്ച് സോഷ്യൽ മീഡിയയിൽ അൺനെസസറിലി നമ്മൾ ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഈ മരിച്ച ആളുടെ സഹോദരൻ അത് അറിയുന്നു, അതുപോലെ അവർക്ക് അതിനകത്ത് ചില പരാതികളുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പൊ ദിയാമണി കൊടുത്താൽ പോലും ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഉണ്ടാക്കരുതെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അതുപോലെ ക്രിയാത്മകമായി നമ്മൾ മീഡിയയിൽ ഈ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടർ അടക്കമുള്ള മീഡിയകളിലുള്ള ചർച്ചകൾ അത് പോസിറ്റീവായിട്ട് നടത്തുന്നത് നല്ലതുമാണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സാമുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു, നിമിഷയുമായി ഞാൻ രാവിലെ സംസാരിച്ചു. അപ്പോൾ 5 ലോയേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല സീനിയർ ആയിട്ടുള്ള ഒരു ലോയറെ നമുക്ക് അപ്പോയിന്റ് ചെയ്യണം. അതിനുള്ള ഫണ്ട് നമുക്ക് വേണം. പിന്നീടാണ് ഇത് അപ്പീൽ പിന്നെ അകത്ത് ഇതിന്റെ റിസൾട്ട് വരുന്നതിന്റെ സമൽറ്റേനിയസിനെയാണ് നമ്മൾ ദിയാമണിയെ കുറിച്ച് ആലോചിക്കേണ്ടത്. എന്തായാലും ദിയാമണി ദൈവസഹായത്താൽ നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാവർക്കും കൂടി ഉണ്ടാക്കാൻ കഴിയും. അത് ഉണ്ടാക്കിയേ തീരൂ. അത് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഈ ദിയാമണി കൊടുത്ത് ഇത് ഒഴിവാക്കാൻ അത് അശ്രിതരുടെ, മരിച്ച ആളുടെ അശ്രിതരുടെ മാപ്പ് വേണം. ആ മാപ്പിനാണ് നമ്മൾ ദിയാമണി കൊടുക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സിനെ ബാധിക്കുന്ന വിധത്തിൽ നമ്മൾ സംഭവങ്ങൾ കൊണ്ടുപോകാതെ വളരെ ക്രിയാത്മകമായ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തുകയും ഈ അപ്പീലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ വഴിക്ക് സാമിന്റെ നേതൃത്വത്തിൽ യമനിൽ നടക്കട്ടെ. മറ്റ് ദിയാമണിക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നാളെ മുതൽ നമ്മൾ എല്ലാവരും ആലോചിച്ച് അത് വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, സാമുവൽ കൂടിയുണ്ട്. സാമുവൽ ആണ് ഈ കേസിൽ യമനിൽ കൂടുതൽ, ഈ നിമിഷയ്ക്ക് വേണ്ടി കൂടുതൽ ഇടപെടലുകൾ നടത്തിയത്. സാമുവൽ, എന്താണ് നിലവിൽ സ്റ്റേ ചെയ്തു, ഇപ്പോൾ ഈ വധശിക്ഷ സ്റ്റേ ചെയ്തു, എന്താണ് ഇപ്പോൾ അടുത്തതായി ചെയ്യാൻ കഴിയുന്നത്? എന്താണ് ഈ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് ഇപ്പോൾ സാമുവലിന് ലഭ്യമാകുന്ന വിവരങ്ങൾ? Okay, I'll talk in English because I cannot speak in Malayalam. So, yeah, okay. Since yesterday there has been a lot of progress. So I'll first brief you on the progress, then we'll go to specific questions. Actually,
the thing is that this guy's name is Talal Abdu Mahdi Al-Udaini Al-Osabi. Now, the last two names, Al-Udaini Al-Osabi, refers to the place where he is from. This guy has been living in Swadi, but he is actually not from Swadi. He is either from Udaini or Wasabi. And this two comes from a very nearby places from Sana. It is one from Damar and one is from Ib. So yesterday actually we met a lobbyist for the Ansar Allah government, a very powerful man, very, very powerful man. He's a lobbyist and he's also from the Ministry of Interior. So yesterday he had given us, so all these discussions came after we discussed with him. So yesterday he's actually referred to me from my close sources, and I took Nafa from the Indian Embassy to translate because my Arabic is not that very fluent, so I took Nafa. So there was a lot of things that came up to the light. So what has happened is now we are going into a three-stage process. Now one is the legal thing. We have already, as our lawyer, as our advocate, Brother Rahim said, we are going to select one of the lawyers from this five. And actually, we have also changed a little bit of this lawyer selection. Previously, we were looking for the top lawyer. But now we understand the legal side is already a dead case. Even the appeal is only to extend the time. So we are looking for a lawyer who is powerful enough to help us with the government. There is, which I will also say, what is the help we need from the government. And also to negotiate, he'll be a tool of negotiation from our side with the family. Now, what is required from the government? Even if the blood money is accepted by the family, we need to have a pardon from the president of the Alodi government. So we have already started this process also yesterday. So we are looking for a lawyer who will be helping us in all those things, you know. So that is what we are looking for. And the second thing, this lawyer, if he's from Ansar Allah and if he's from is powerful in the local, is influential in the local government, he will be having an extra power to talk with the family. So this is what is happening. So what we decided is now we are getting more information about this guy. That is who is his local sheikh. Now that we know that he is not from Swadi, so we are also investigating where his roots, his family roots are, either from Usabi or Udaini. So once we know that, then we will be knowing who his actual sheikhs are. See, the positive thing is this Usabi and Udaini, all these people are very close. It's actually now about 3 hours drive from Sana. So once we know that, then we will start the negotiation process with the sheikhs. That is how we will approach the family. Nobody can go to the family directly. So we have already put everything in channel. Now the real process of negotiation is already. I mean, real process of the start of the negotiations have started yesterday. Okay. So if you have any questions, just hold on, sir. We'll be back to you. Yeah, just hold on. ജാബിർ കൂടിയുണ്ട്. ശ്രീ ജാബിർ, ഇനിയിപ്പോൾ സാമുവൽ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഒരു ബ്ലഡ് മണി ഉണ്ടാക്കുക, അതിന്റെ നെഗോഷിയേഷൻ ഇന്നലെ മുതൽ, അതിന്റെ ഒരു ചർച്ചകൾ ഇന്നലെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ബ്ലഡ് മണി ഉണ്ടാക്കുക എന്നുള്ളതാണ് കുടുംബത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ അതിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും? മലയാളികളുടെ സഹായം ആവശ്യപ്പെടുകയാണ് നിമിഷ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അന്ന് ഈ വിഷയം വിധി വന്ന ദിവസമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത്. അന്ന് എങ്ങനെ ഇത് കണ്ടെത്തുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, അത് കുറച്ചുകൂടെ സമയം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനിടയിൽ ഇനി എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് ഇതിന് താല്പര്യമുള്ള എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു കൺസേർട്ടഡ് എഫർട്ട് നടത്തുക എന്നുള്ള ധാരണയാണ് ആദ്യമായിട്ട് എത്തിയത്. ആ കൺസേർട്ടഡ് എഫർട്ടിന്റെ കാര്യത്തിൽ ബാക്കി നിയമവശങ്ങളൊക്കെ സാമലും അഡ്വക്കേറ്റ് മയ്യറയും ഒക്കെ നടക്കുന്നില്ല. അവരുടെ ബാക്കി വശങ്ങളൊക്കെ നടക്കുന്നില്ലേ, തുക എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിന് ഞങ്ങൾ വെക്കുന്ന പ്രപ്പോസൽ ക്രൗഡ് ഫണ്ടിങ് ആണ്. ക്രൗഡ് ഫണ്ടിങ് ആകുമ്പോഴും വലിയ ആഗോളതലത്തിലാകുമ്പോൾ അത് ഇവർ ഈ ഫാമിലി ഒഫൻഡഡ് ആവും. കബീല സിസ്റ്റം അവർക്ക് അത് അഭിമാനത്തിന്റെ പ്രശ്നമാവും. അപ്പൊ അതല്ലാത്ത രീതിയിൽ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമ്മളെല്ലാവരും കൂടി ആലോചിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും കൂടി കണ്ടുകൊണ്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള ധാരണ ഒരു കോമൺ ആയിട്ടുള്ള കോള് കൊടുത്തുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ ഇവര് അറിയും
അതിന് പുറമെ ചെയ്യാവുന്നത് കേരളത്തിനകത്ത് ഒതുങ്ങിയുകൊണ്ടും ഇത് കേരളത്തിൽ സാധിക്കണം. അല്ലാത്ത രീതിയിലാകുമ്പോൾ നേരത്തെ റഹീം സാഹിബ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയയിലോട്ട് വലിയ വിഷയങ്ങളാക്കുമ്പോൾ അവർക്കത് നല്ല രീതിയിൽ പ്രതികരിച്ചത് വരും. ഫണ്ട് സ്വരൂപിക്കുമ്പോൾ തന്നെ അതിന്റെ നിയമവശങ്ങളുണ്ട്. അതെങ്ങനെ ആരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങും, അതെങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളൊക്കെ ഒരു വിഷയമുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിനെ ചൊല്ലിയുള്ള ചർച്ചകളും കൂടിയാണ് നടക്കേണ്ടത്. ശരിയാണ് ശ്രീ ജാബിർ, ഞാൻ ജാബിറിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, ഇനിയിപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ അല്പസമയം മുമ്പ് സാമുവൽ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഈ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങി, ഈ ലീഗൽ പ്രൊസീജിയർ അവസാനിച്ചു കഴിഞ്ഞു. അതായത് ഇനി കോർട്ട് എന്നുള്ള രീതിയിലേക്കാണോ കാര്യങ്ങൾ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് ആണോ? എങ്ങനെയാണ് അതിന്റെ ഒരു നടപടിക്രമം? ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് തന്നെയാണ്. കാര്യം നമ്മളിപ്പോൾ നേരത്തെ സാമുലും റഹീം സാറും പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്കൊരു സമയം കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ കുറേ കമൻസുകൾ വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ അവരോടൊന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്. കാര്യം ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിയമപരമായിട്ടും അല്ലാത്ത രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒരു നെഗറ്റീവ് ഇത് വരുന്ന പബ്ലിസിറ്റി കൊടുക്കുന്നത് ശരിയല്ല. ചിലപ്പോൾ അവർക്കത് പോസിറ്റീവായിരിക്കാം, പക്ഷേ നെഗറ്റീവായിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് കൂടാതെ ഈ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ സാമുവൽ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ആൾക്കാർ എന്നെയും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. UK നിന്ന് വിളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, US നിന്ന് വിളിച്ചിട്ട് പല സ്ഥലങ്ങളിലും ഈ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈവൻ ബാംഗ്ലൂർ. ഇപ്പോഴാണോ ഈ വിഷയം ഇങ്ങനെ സജീവമായി ഒരു പൊതുമണ്ഡലത്തിലേക്ക് എത്തുകയും ചർച്ചയാവുകയും ചെയ്തത് ശ്രീ ബാലചന്ദ്രൻ? അല്ല, അങ്ങനെയല്ലല്ലോ. കാര്യം ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ പ്രോബ്ലം പോലെ വന്നിരിക്കുകയാണ്. കാര്യം ഇന്ത്യയിലെ കേരളത്തിലെ മാത്രമല്ല ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ല. കാരണം നമുക്കറിയാമല്ലോ ഈ കേസ് നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇപ്പോൾ നോക്കൂ, പെട്ടെന്നാണ്, പ്രത്യേകിച്ചും വധശിക്ഷ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ഗൗരവം ഉണ്ടായത്. അതെ, അങ്ങനെയാണ്. കാര്യം വധശിക്ഷ അങ്ങനെ വരുമെന്നാരും അത്ര കണ്ട് എല്ലാവർക്കും പ്രതീക്ഷയില്ലല്ലോ. ചിലർക്ക് വധശിക്ഷ വരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവപര്യന്തമാണെന്ന്. വധശിക്ഷ വരുന്നത് പെട്ടെന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വധശിക്ഷ വന്നതിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് വധശിക്ഷ വരേണ്ടി വന്നത്. അപ്പോൾ ഇതിനകത്ത് അഡ്വക്കേറ്റ് റഹീം സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കുക. മാക്സിമം ജനങ്ങൾ NRIs ഒത്തിരി പേര് ഇതിനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ശരി, അമ്മയോട് ഇതിപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായിക്കാമെന്നുള്ള വാഗ്ദാനം നൽകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ചാനലിൽ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്, പക്ഷേ അക്കൗണ്ട് നമ്പറും കണ്ടിട്ട് ഇത് നിമിഷയുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വാസ വാക്കുകൾ എല്ലാവരും പറയുന്നുണ്ട്. കുറച്ച് എങ്ങാണ്ട് പൈസകൾ കുറച്ച് കയറിയിട്ടുണ്ട് അക്കൗണ്ടിൽ. വളരെ തുച്ഛമായി കുറച്ച് പൈസ കയറി. ഒരു 10-16,000 രൂപ വരെ ആയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുണ്ട് എല്ലാവരും എന്തായി എന്ന്. അപ്പോൾ ബാക്കി ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ശരി, നോക്കൂ ശ്രീ റഹീം, ഇപ്പോൾ നിമിഷയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് സഹായം ചോദിക്കുക എന്നത് മാത്രമാണ് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുക. ഉണ്ടായിരുന്ന എല്ലാ സ്വത്തുവകകളും മകളുടെ ആവശ്യത്തിനായി, മകളുടെ കേസ് നടത്തിപ്പിനായി ഓരോ ഘട്ടങ്ങളിലായി നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു അമ്മയാണ്. മകളെങ്കിലും ജീവനോടെ തിരികെ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ആ അമ്മയുടെ മുന്നിലുള്ള ഏക ആവശ്യം. ഇപ്പോൾ വലിയൊരു തുകയുണ്ട് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം, അത് ഉണ്ടാക്കാൻ കഴിയാവുന്നതിനും അപ്പുറത്തേക്കുള്ളൊരു തുകയുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഇതില് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രേമകുമാരിയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. ആ വിഷമം നമ്മൾ പരിഹരിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കുട്ടി നിരപരാധിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായി അപ്പീലിൽ അത് തെളിയിക്കപ്പെട്ടാൽ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നുള്ള ആകെ ഒരു പോംവഴി നമുക്ക് ദിയാമണി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ ദിയാമണി അത് സാമും അവിടെ വളരെ നല്ല നിലയിൽ ബാലചന്ദ്രൻ, സജീവ്, അതുപോലെ പിന്നെ സിനു, അതുപോലെ നമുക്ക് അവിടുത്തെ തന്നെ യമനികളായ നാഫ, ബദർ എംബസി തന്നെ ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഷേഖ് ഓഫ് സുവൈദിയുമായിട്ട് നാഫി വഴി സാമും ഇവരെല്ലാം ബന്ധപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായും നെഗോഷിയേറ്റ് ചെയ്ത് ഈ അശ്രിതര്, മരിച്ച ആളുടെ അശ്രിതര് മാപ്പ് കൊടുത്താൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ നമ്മുടെ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. അതിനെല്ലാം ഉപരി ഇവരാരും ഇല്ലെങ്കിലും നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലില് നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു വലിയ സമിതിയുണ്ട്.
അത് എല്ലാ സംഘടനകളും ഉൾക്കൊണ്ടുള്ള സമിതിയാണ്. ആ സമിതി ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ ഇത് പറയുന്നത് അതിൽ ഈ സാമും അതുപോലെ തന്നെ ബാലചന്ദ്രനും സജീവും അടക്കം എല്ലാവരും ഈ സിനുവും അടക്കം എല്ലാവരും നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഇത് വളരെ നല്ല നിലയിൽ ഈ ഫണ്ട് കളക്ട് ചെയ്ത് ദിയാമണി കൊടുത്ത് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതിൽ അമ്മ ദയവായി അതിനകത്ത് ഒരു തരത്തിലും വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട്. അതായത് ശ്രീ വൈ റഹീം, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ശരിയാണ്, അന്ന് കോവിഡ് കാലഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശരി, ശ്രീ വൈ റഹീം, ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് അന്ന് ഒരു സമയത്ത് കോവിഡ് കാലഘട്ടത്തിൽ ഒരു സമിതി, ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ ഗ്രൂപ്പ് മലയാളികൾക്ക് വേണ്ടി, വിദേശങ്ങളിലുള്ള മലയാളികൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ നാട്ടിലേക്ക് വരാനാണെങ്കിലും കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിലും ഒക്കെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി. അതുപോലെ ഇപ്പോൾ നിമിഷയുടെ കാര്യത്തിൽ ഈ ബ്ലഡ് മണി കണ്ടെത്താൻ ഈ സമിതി ഇടപെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാമോ ഇപ്പോൾ? തീർച്ചയായും. ഇതിപ്പോ നികേഷ് ജിയാണ്, ഈ റിപ്പോർട്ടർ ചാനലാണ് ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള അവസരം ഉണ്ടാകുകയും അതോടനുബന്ധിച്ച് അപ്പീൽ കൊടുക്കുന്നതിലുള്ള ചില അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാമും ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ സജീവും എല്ലാവരുമായി അവരെല്ലാം പരിശ്രമിച്ചതുകൊണ്ട് അപ്പീൽ കൊടുക്കുകയും ആ വധശിക്ഷയുടെ എക്സിക്യൂഷൻ സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിക്കാറുള്ളത് പോലെ നിമിഷയുടെ ഈ കൊലപാതകത്തിലുള്ള റോള് അത് നിമിഷ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അത് വൈകാരികമായിട്ട് ഇന്റൻഷൻ ഇല്ലാതെ വന്നതാണ് എന്ന് ഈ സാമു സൂചിപ്പിച്ചതുപോലെ ഒരു ലോയർ, അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള ലോയർ ആണെങ്കിൽ അത് കൺവിൻസ് ചെയ്യാൻ കഴിയും. അതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹനാൻ എന്ന് പറയുന്ന ഒരു യമനി നഴ്സ്, അവരാണ് ഈ കൃത്യങ്ങളൊക്കെ ചെയ്തതും അതിന് പ്രേരിപ്പിച്ചതും എന്ന നിലയിലുണ്ട്. പക്ഷെ അവര് മാപ്പ് സാക്ഷിയായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇത് റീഓപ്പൺ ചെയ്യുമ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ നീക്കാൻ കഴിയും. അതിനെല്ലാം ഉപരി ഞാൻ നിമിഷയുമായും സംസാരിച്ചിരുന്നു. ജയിലിൽ ഇപ്പോ ഒരുപാട് രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നിമിഷ വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു നല്ല നടപ്പ്, ഒരു ഗുഡ് കോണ്ടാക്ട് ആ ജയിലിൽ നിന്നും കൂടെ കിട്ടുകയാണെങ്കിൽ ഈ അപ്പീൽ കോർട്ടിൽ അതോടെ സാമുമായിട്ടൊക്കെ ഞാൻ പങ്കുവെച്ചു. നിമിഷ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. സാമൂടെ ശ്രമിച്ചാൽ അത് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെല്ലാം ഉപരി നമ്മൾ ആരും വിഷമിക്കേണ്ട. പ്രേമകുമാരി അമ്മയോടൊപ്പം നമ്മളുണ്ട്. ഈ സംഭവത്തിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാം വളരെ വ്യക്തമായി കൂടെ നിൽക്കാം. അതിലൊന്നും വിഷമിക്കേണ്ട. ഇതിലൊന്നും നടന്നില്ലെങ്കിൽ തന്നെ അന്തർദേശീയ കോടതിയുണ്ട്, UN രക്ഷാസമിതിയുണ്ട്. അപ്പോ ഒരു ഇൻസർജൻസി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നോർത്ത് യമൻ. അതുകൊണ്ട് ഈ എല്ലാ തരത്തിലുള്ള നിയമപരമായ ലോകത്തുള്ള എല്ലാ അവൈലബിൾ ആയിട്ടുള്ള നിയമ സംവിധാനങ്ങളെയും നമുക്ക് ഉപയോഗിക്കാം. ദിയാമണി കൊടുത്ത് ഇത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതിനും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും കൂട്ടായിട്ട് നിന്നാൽ അതും വലിയ ഒരളവ് വരെ നമുക്ക് സാധ്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ വൈ റഹീം. താങ്കൾ ദയവായി തുടരുക. ടോമിയുണ്ട്, നിമിഷയുടെ ഹസ്ബൻഡ്. ടോമി ഇപ്പോൾ കൂടുതൽ പേർ സഹായവുമായി, പ്രത്യേകിച്ചും വിദേശ മലയാളികൾ കൂടുതൽ പേർ സഹായവുമായി എത്തിയപ്പോൾ വൈ റഹീമാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ ഒരു ഓർഗനൈസേഷൻ, ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയ്ക്ക് പലതും ചെയ്യാൻ കഴിയും നിയമപരമായി. ഒപ്പം തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ബ്ലഡ് മണിയുടെ കാര്യത്തിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും. ആശ്വാസം തോന്നുന്നുണ്ടോ ടോമി? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും തന്നെയുണ്ട്. കാരണം നമുക്ക് 2017 മുതൽ നടന്ന ഒരു സംഭവ വികാസമായിട്ട് കോടതിയിലെ കേസ് ഏറ്റെടുത്തിട്ട് 2018 മറ്റേ മനോരമ ചാനലിലൂടെ ഒരു സംഭവം വന്നു. 2017 ആദ്യം വന്നിരുന്ന എല്ലാ ചാനലുകളിലും വന്നിരുന്ന കാര്യങ്ങളും കൂടെ തെറ്റാണെന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്കും മാത്രം അറിയാമായിരുന്നു. പക്ഷെ ആരും ഒന്നും നമ്മൾ കണക്ട് ചെയ്തില്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് 2018 ഒരു കേസുമായിട്ട് ഏറ്റെടുത്തിട്ട് NRA കമ്മീഷൻ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾ നേരിട്ട് പോയി കണ്ടിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ഇവരൊക്കെ കേസ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നമ്മുടേതായ പോരായ്മകളും സാമ്പത്തിക ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഞങ്ങൾക്കുള്ളതിനാൽ ഇങ്ങനെ ഒരു വലിയൊരു കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് എമൗണ്ടുകളൊന്നും കൊടുത്ത് പേ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഇല്ലാഞ്ഞിട്ട് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം കേസ് ഏകദേശം ഈ 2020 വരെ അതങ്ങനെ തുടർന്ന് പോകുന്നല്ലാതെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടായതിനു ശേഷം നമുക്ക് ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൽ നിമിഷ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാ ചാനലുകളും വന്നിരുന്നു. അതിലൂടെ ഞങ്ങൾക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കും എന്റെ ഫാമിലിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നികത്തി തരാൻ ആർക്കും സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ പറയണത് നേരെ തിരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2020 ജനുവരി മാസം മുതലാണ് എനിക്ക് മിസ്റ്റർ ബാലേന്ദ്ര സാറ്, അഡ്വക്കേറ്റ് സാറ് എനിക്ക് ഒരു മെസ്സേജ് തരുന്നു. ഇങ്ങനെ ഒരു ബ്ലഡ് ബാങ്കിക്ക് വേണ്ടി വാക്കാൽ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതിലൂടെ കുറച്ചുകൂടെ ഇതെടുത്തിട്ട് മൂവ് ചെയ്ത് നിന്നു. അപ്പൊ ഞാൻ സാറിനോട് സംസാരിച്ചു, മിസ്റ്റർ സാമുൽ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു.
അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്താലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പണം കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ ഏകദേശം 10-40 ലക്ഷം രൂപ കടക്കാരനാണ്. ഈ ക്ലിനിക്ക് എന്റെ വകയാണ്, ഞാൻ മുടക്കിയ പൈസ ഉണ്ടാക്കിയ. അപ്പം അതിലൂടെ തന്നെ നമുക്കുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളത് തുറന്നു പറയുകയും അതോടൊപ്പം തന്നെ അവരൊരു 15 ലക്ഷം രൂപ കൊടുത്ത് ഒരു അഡ്വക്കേറ്റിനെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ 15 ലക്ഷം രൂപ ഒരു 50,000 രൂപ കൊടുക്കാൻ എനിക്കും എന്റെ അമ്മയ്ക്കും സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ആരെയും വെക്കാതെ 2 വർഷത്തോളം കാലം ഒരു അഡ്വക്കേറ്റിനെ പോലും അവിടെ വെക്കാതെ മാറ്റി മറിഞ്ഞ് പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ അവസാനം ജഡ്ജി വെച്ചിരിക്കുന്ന ഒരു കമ്മീഷൻ വക്കീലാണ് അബ്ദുൽ കരീം സാർ, അഡ്വക്കേറ്റ്. ആ സാറ് മുഖാന്തരമാണ് സാറിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സാറിന് സാധിച്ച പോലെ സാറ് ചെയ്തു. കാരണം നമ്മളാരും പൈസ കൊടുത്ത് വെച്ചേക്കുന്നൊന്നല്ല. അതിലൂടെ അത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. അതിലൂടെ അവർ ശ്രമിച്ചിരിക്കുന്ന വാദിയുടെയും പ്രതിയുടെയും അഡ്വക്കേറ്റ്മാർ തമ്മിൽ സംസാരിക്കുകയും എംബസിയിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രീതിക്കനുസരിച്ച് അവർ ബ്ലഡ് മണിയെ പറ്റി സംസാരിച്ചു. ആ സംസാരത്തിന് വന്നതോടുകൂടി നമുക്ക് ആശ്വാസം കിട്ടുകയും അതിലുപരി ഞങ്ങൾക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടി കോവിഡ് കാലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ നേരിട്ട് പോയി കാണാനൊന്നും സാധിച്ചിട്ടില്ല. ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ സാധിച്ചില്ല. എങ്കിൽ പോലും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിക്ക് ഓൾറെഡി മെയിലുകൾ അയക്കുകയും പല നമ്മുടെ പ്രധാനമന്ത്രിക്കും അതുപോലെ വി മുരളീധര സാറിനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കും കെ ബാബു സാർ MLA-ക്കും അതുപോലെ DN കുര്യക്കോ സാറിനും അങ്ങനെ അതുകൂടാതെ തന്നെ വേറെ നമ്മുടെ PC ജോർജ് സാറിന് ഞാൻ PC ജോർജ് സാറിനെ നേരിട്ട് പോയി കണ്ട ആളാണ്. ഞാൻ ഈ കുറച്ചാൾ മുമ്പ് വേറൊരു മലപ്പുറത്തൊരു സാറിനെ കാണാൻ വേണ്ടി ഞാൻ വണ്ടിയും വിളിച്ച് ഞാനും അമ്മയും എന്റെ കുഞ്ഞും കൂടെ ഞങ്ങൾ ഒരു സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. അങ്ങനെ ഇതെല്ലാം എത്രയും പെട്ടെന്ന് ഒരു ബ്ലഡ് മണി കിട്ടുവാണെങ്കിൽ നമുക്ക് എന്റെ ഭാര്യനെ രക്ഷിച്ചുകൊണ്ട് വരികയും ചെയ്യാം. അതോടെ എന്റെ കുഞ്ഞിന്റെ ഒരു അമ്മ ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാനും എന്റെ അമ്മയൊക്കെ നിന്നിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിലൂടെ നമുക്ക് ലഭിക്കാവുന്ന ആരുടെ ഭാഗത്തു നിന്നും 1 രൂപ തരാമെന്നോ യെസ് നോ എന്നൊരു വാക്ക് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അവസാനം ഞങ്ങൾക്ക് ഇത് ലഭിക്കാത്ത ഞങ്ങളുടെ കാര്യങ്ങൾ, അതായത് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ഞങ്ങൾ തീരുമാനിച്ച തീരുമാനത്തിന് അപ്പുറമായിട്ട് അതും സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ചാനലുകളിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതിലൂടെ ഉപരി ഞങ്ങൾക്ക് ഒരുപാട് മാനസികവും ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവർ പങ്കുവെക്കാൻ എനിക്ക് പ്രത്യേകിച്ചും എനിക്ക് പങ്കുവെക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ആ പങ്കുവെക്കാതെ തന്നെയാണ് ഞാൻ ഉള്ളിൽ ഒതുക്കി ജീവിച്ചിരുന്നത്. കാരണം സമൂഹത്തിന് മുമ്പിൽ അത്യാവശ്യം മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ സാമ്പത്തികമില്ല, വലിയ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും അന്തസ്സായിട്ട് നല്ല രീതിക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് ഞാനും എന്റെ ഭാര്യകൾ തന്നെ തീരുമാനിച്ചിട്ട് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നേരെ തിരിച്ചാണ്. ഓൾറെഡി ഇപ്പൊ അവിടെ ML ആദ്യം ഒരു കൺഫ്യൂഷൻ എനിക്കും വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല അവിടെ. എങ്കിൽ പോലും ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയെങ്കിൽ പോലും എനിക്ക് എന്താ പറയാ എംബസിയുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. എങ്കിലും എനിക്ക് കിട്ടിയേക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് എല്ലാവരും നെഗറ്റീവായിട്ട് കുറെ ഭാഗങ്ങൾ എനിക്ക് വന്നിരുന്നു. പക്ഷെ ചിലപ്പോൾ ആയിരിക്കാം എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ തോന്നിയെങ്കിൽ അത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ നമുക്ക് ക്ലിയറതയും വ്യക്തതയും എനിക്ക് ആരുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്റെ ഭാര്യ ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞ് 2017 ചാനലുകളിൽ മുഴുവൻ വന്നതും അതിനുശേഷം ഇപ്പോഴും അത് മായെടുക്കുന്ന ഞങ്ങൾക്ക് 1 രൂപ പോലും ലഭിക്കാത്തതിന് കാരണം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഒന്ന്. രണ്ടാമത് നിമിഷയുടെ കൂടെ തന്നെ കൂട്ടുപ്രതിയായിട്ട് ഉള്ള ഹനാൻ എന്ന പെൺകുച്ചും അതിലുപരി ഒരു ജയിൽ വാർഡനും ഇതിനകത്ത് ഉണ്ട് എന്നുള്ള വിവരം അറിയുന്നത് പോലും ഏകദേശം ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷമാണ്. അത് അറിയാൻ തന്നെ കാരണം മറ്റേ ബാലേന്ദ്ര സാറോ അല്ലെങ്കിൽ സാമുവൽ സാറോ അങ്ങനെയുള്ള ഈ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ അഡീഷണൽ ആയിട്ട് എന്നെ ആരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അവരോടൊക്കെ ഞാൻ എന്റെ കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നു. ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ അവരോടൊപ്പം ഞാൻ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ മറ്റേ അരവിന്ദ് സാറ് തിരുവനന്തപുരത്തുള്ള ആളുണ്ട്. അയാൾ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അതുപോലെ തന്നെ പറയണു. പക്ഷെ അയാൾ ഓരോ ലിറ്ററേച്ചറുകളും അങ്ങോട്ടൊക്കെ അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒക്കെ വിടുന്നു. അതിലുപരി അയാളിലൂടെ ഞാൻ അയാൾക്ക് കൊടുത്തേക്കുന്ന ഒരു ടിപ്പിലാണ്. അതായത് നിമിഷമായിട്ട് ആദ്യം സംസാരിക്കുന്ന പോലും ഈ ഒരു 4 മാസം മുമ്പ് ഈ മറ്റേ അരവിന്ദ് സാർ സംസാരിച്ചാണ്. അന്ന് അരവിന്ദ് സാറോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഇത്രയുള്ളൂ സാറേ. അതായത് ഇത് പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നേക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി എന്റെ ഉണ്ട്. ഞാനിത് ആ സാറിന് പാസ് ചെയ്യുന്നു. അത് വായിച്ചു നോക്കിയതിനു ശേഷം ആ സാറ് നിമിഷയോട് സംസാരിക്കുന്ന സമയത്ത് നിമിഷം നാട്ടിൽ വന്നിരിക്കുന്ന ന്യൂസുകൾ ഇങ്ങനെയാണ് എന്ന് പറയാനൊരു അവസരം അയാൾക്ക് ഉണ്ടാവുകയും അന്നേരമാണ് നാട്ടിൽ വന്നിരിക്കുന്ന ന്യൂസുകളെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് എന്റെ വൈഫ് അറിയുന്നത് നിമിഷ. അപ്പം അതിലുപരി അപ്പൊ തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ തന്നെയാണ് ചെയ്തെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഹനാൻ എന്ന് പറഞ്ഞ സംഭവിച്ചു. ഇവിടെ ഓൾറെഡി ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് നേഴ്സ് യമൻകാരിയായി. ആ സ്റ്റാഫ് ഓൾറെഡി ഇവിടെ ശിക്ഷ അനുഭവിച്ച് ഈ ജയിലിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഹനാൻ ഇവർ ജയിലിൽ വന്ന് കിടക്കണം എന്താണ്. അങ്ങനെയാണ് ഇതിന്റെ കൃത്യത മുഴുവൻ ഞാൻ വരുത്തിയത്. അതിനുശേഷം ഞാൻ ഓൾറെഡി സാമുവൽ സാറിനോട് ചോദിച്ചിരുന്നു. സാമുവൽ സാർ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനു മുമ്പ് ആരും എന്നോട് പറഞ്ഞില്ല. ഞാൻ പോയ വഴി ഞാൻ തെളിച്ചുകൊണ്ടിരുന്ന വഴി ഈ വഴിയിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു 3 പേരുണ്ടെന്നുള്ള കാര്യങ്ങൾ പോലും അറിഞ്ഞത്. അതിന് മുമ്പ് ഈ ലോകം മുഴുവൻ അറിയുന്നത്
എന്റെ ഭാര്യയാണ് ഇതെല്ലാം ചെയ്തതെന്ന്. ശരി, ഞാൻ വരാം ടോമി. സജീവ് കൂടി. ശ്രീ സജീവ്, ഇപ്പോൾ ബ്ലഡ് മണി കൊടുത്താൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവായി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയുമാണ്. ഇനി ഈ ബ്ലഡ് മണി സ്വരൂപിക്കുക എന്നതാണ് നിമിഷയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. എങ്ങനെയാണ് നിമിഷയെ സഹായിക്കാനാവുക? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്ലഡ് മണി കൊടുത്താൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ വളരെ അവസാനമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഏറെ കാലത്തെ ശ്രമത്തിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ അതിന്റെ ചർച്ചകൾ അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. നമുക്കറിയാം യമനിലെ ഒരു സാഹചര്യം വളരെ സങ്കീർണമാണ്. വിവിധ ഗോത്ര സമൂഹങ്ങളും മറ്റ് ക്ലാനുകളും അവരുടെ ഇടയിൽ തന്നെ ഉൾപ്പിരിവുകളൊക്കെയുള്ള വളരെ സങ്കീർണമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് വടക്കൻ യമനിൽ. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ഇടയിൽ നിന്ന് കൃത്യമായ ഒരു കൺസെൻസോടുകൂടി അവരുടെ ഒരു ഉറപ്പ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിലൊരു പരിധി വരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമുവൽ ഒക്കെ അത് വിശദീകരിച്ചു. ഇനി നമുക്ക് നമ്മുടെ മറ്റ് ജനങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി, ഇപ്പൊ റിപ്പോർട്ടർ TV അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഇപ്പൊ നികേഷ് കുമാറൊക്കെ അതിൽ താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ, റഹീം വക്കീലൊക്കെ ഉണ്ട്, അതുപോലെ ലോകകേരള സഭയുടെ അംഗങ്ങളൊക്കെ തന്നെ പല ഭാഗത്തുനിന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അപ്പൊ അങ്ങനെ ആ നിലയ്ക്ക് ഒരു വലിയ പ്രതീക്ഷ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളെല്ലാം അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യസ്നേഹികളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് സഹകരിച്ചാൽ തീർച്ചയായും നമുക്ക് ഇതിനുള്ള ബ്ലഡ് മണി സമാഹരിക്കാൻ വേണ്ടി കഴിയും. നിമിഷയെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ചില കടമ്പകൾ കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇവിടെ വളരെ സെൻസേഷണലൈസ് ചെയ്തു പോയ ഒരു കൊലപാതകമാണിത്. അതുകൊണ്ട് തന്നെ അത് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒക്കെ സ്പേസ് വളരെ കുറഞ്ഞ ഒരു പ്രദേശമാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് ആ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിനുള്ള പരിമിതിയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ അവിടുത്തെ ആളുകളൊക്കെ തന്നെ പലപ്പോഴും മടിക്കുന്ന അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ സാമുവലായാലും അഡ്വക്കേറ്റ് ബാലചന്ദ്രനായാലും അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഈ കാര്യങ്ങളെ നമ്മളെ സഹായിക്കുന്ന ബാബു ജോണിനെ പോലെയുള്ള ആളുകളായാലും ഒക്കെ കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. നമുക്കാകാവുന്ന എല്ലാ രൂപത്തിലും ഇടപെടൽ നടത്തി നിമിഷയെ എങ്ങനെയെങ്കിലും നമ്മുടെ വധശിക്ഷയിൽ നിന്നെങ്കിലും തൽക്കാലം ഒഴിവാക്കി നിർത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിയണം. അതിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്തെന്ന് വെച്ചാൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം. പലരും പല രൂപത്തിലുള്ള ഇടപെടലുകളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനൊരു കോർഡിനേറ്റീവായ രൂപം ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ നിമിഷ എന്ന പേരിൽ ഒരു ഗ്രൂപ്പെല്ലാം ഫോം ചെയ്ത് നമ്മൾ ഇപ്പോൾ അതിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് ഇക്കാര്യത്തിലുള്ളത്. തീർച്ചയായും നിമിഷയുടെ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ എല്ലാ സഹായവും തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്ങനെയെങ്കിലും നമുക്ക് ഈ പ്രശ്നത്തിൽ നിമിഷയെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, ദയവായി തുടരുക ശ്രീ സജീവ്. ശ്രീ സാമുവൽ, ആദ്യഘട്ടത്തിൽ അവർ 70 ലക്ഷം രൂപയാണ് ബ്ലഡ് മണിയായി ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എങ്ങനെയാണ് നെഗോഷിയേഷൻ പോകുന്നത് മുന്നോട്ട്? Actually, the thing is that you have to understand, this $80,000, I mean about 70 lakh rupees, whatever it is, it was not requested by the family. This was a meeting that happened in the embassy and with Abdul Karim, the lawyer, and with all the people. That is how they came with an estimated. It's an estimated amount. You have to understand this. And still now we have started the process of negotiation. In the sense, like, we have not reached the family. So the thing is that it's a very tribal, as Brother Sanjeev said, Yemen is a very, very, very conservative tribal society. You have to understand. Even for them to talk to us, it's a big shame for them. So that is the process we are trying to achieve right now. So we are trying to find the right sheikhs. Once we start talking to them, then we will reach the family. So, and you have to understand, the family has the right to stay away from these negotiations. So it's not as easy as we think. We are trying for the process. So once that happens, the price might be very less than that, or it might be more than that. We don't know. But we are estimating, the estimates were in a very conservative estimate. It was on the higher side, so it might be much lesser than what was estimated. So once that might happen within a couple of weeks or 3 weeks, we might be able to reach that. So I'll be periodically posting updates of what is happening.
So we are, now we are having a core ideology how we should move forward. So we have established that, and from that we will be moving on. So now we will be trying to locate the sheikhs, which will happen within 2 or 3 days. Once we have the sheikhs, then we will actually what I have written here after the meeting is we will devise a plan accordingly. So the thing is that as the progress comes in, then we will devise a plan accordingly. So there is no hard fast rule at this point. What is that we have established a methodology that we will go by 3 ways: legal, tribal, and government. So we will put all those things together, and we will be updating everybody. So that is what it is. We are hopeful. We are hopeful that the family will be reached, because we are using very high tribal influences, sheikhs influences. So we are very hopeful. But thank God now for the time we have. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്? ഈ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, സാമുവൽ? Sorry, I didn't understand that. Can somebody translate that for me? എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഈ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട ഈ ഫാമിലിയിലേക്ക് റീച്ച് ചെയ്യാൻ എങ്ങനെയാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്? In English. Ask in English. How can you reach them to family? That is what I exactly said. That is through their sheikhs. Now that is what if you remember correctly what I said, he has 2 surnames. It is Al-Udaini Al-Osabi, which means that his roots are from 2 different places. He is not from Swadhi. So previously we were thinking he's from Swadhi, but actually his businesses are in Swadhi. He is not actually a native of Swadhi. Now we have found out he's from a different place. Now we are trying to find the sheikhs of that place. So once we know who the sheikh, we have to talk. That is the process which is happening right now, which might finish within a couple of days. So then once we reach the sheikhs are the ones who will be talking to the families. So that is the process that is happening right now. Okay. ശ്രീ ബാലചന്ദ്രൻ, അതായത് 70 ലക്ഷം ബ്ലഡ് മണി എന്നുള്ളത് ഒരു എസ്റ്റിമേറ്റ് ആണ്, അതായത് കൃത്യമായ ഒരു തുകയല്ല. അതൊരു കൂട്ടായ ആലോചനയിൽ ഉണ്ടായ ഒരു തുകയാണ്. അത് കൂടാനും കുറയാനും സാധ്യതയുണ്ട് എന്ന നിലയിലാണോ കാര്യങ്ങൾ? അതെ അതെ അതെ, അത് കൂടാൻ ചാൻസ് കുറവാണ്, മിക്കവാറും കുറയാനേ ചാൻസ് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ ബ്ലഡ് മണിയിൽ പറയുന്നത്, അതായത് ഈ അഡ്വക്കേറ്റിന്റെ ഫീ ഉൾപ്പെടെയാണോ? അത്തരത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല, അന്നത്തെ സംസാരത്തിൽ അതിനകത്ത് അഡ്വക്കേറ്റ് ഫീയും കൂടെ വരുന്നുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സാമുവൽ വിൽ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ്. ഓക്കെ, ശരി. ശ്രീ വൈ റഹീം, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ശരി പറയൂ ശ്രീ സാമുവൽ. Sorry. This was, everything included, the travel expenses, the logistics, everything included. It was a complete package that was estimated. Yes, it is not everything. Blood money, not only the blood money. Blood money is only a part of that payment. Yeah, so it was all included. The sheikhs, negotiating team, and everything. The sheikhs fees, everybody takes fees. So everything was estimated in that. The total sum of is 70 lakhs. It was 50 million Yemeni riyal. That was what the amount was. It is 50 million Yemeni, about $80,000 if it is correct. So I don't know. Then we have to calculate it to the Indian money. Okay. ശ്രീ വൈ റഹീം, അപ്പോൾ ഇനിയിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ബ്ലഡ് മണിക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നടക്കുന്നു, അതിനിടയിൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു. അതിലേക്ക് തന്നെ എത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും യമൻ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ്. അത് ഇപ്പോൾ ഇതിനോടകം തന്നെ യമനിലെ സംഘടന, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഇടപെടൽ കൊണ്ട്, പ്രത്യേകിച്ചും സാമുവലിനെ പോലുള്ളവരുടെ ഇടപെടൽ കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ആണ് 70 lakh. ഇതിപ്പോൾ കുറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏത് തരത്തിലാണ് ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാക്കാൻ കഴിയുക? പ്രത്യേകിച്ച് ഇപ്പോൾ ഫാമിലിയിലേക്ക് റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആണെന്നാണ് സാമുവൽ പറയുന്നത്. ഇതിലിപ്പോ നേരത്തെ സാമും അതുപോലെ ആ സംഘം മൊത്തം, പിന്നെ ഞാൻ സൂചിപ്പിച്ച സജീവ്, സിനു, അതുപോലെ ബാബു ജോണും ആനന്ദും ഒക്കെ ഇതിന്റെ പാർട്ടാണ്. ഇവരെല്ലാം കൂടെ ആലോചിച്ച് അബ്ദുൽ കരീം വഴിയൊക്കെ പറഞ്ഞതാണ്. അന്ന് ഇവരുടെ ഒരു നിഗമനം ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ സാത്തിയാണെന്നാണ്. ഇപ്പോഴാണ് ഒസാബി ആണോ ഉദൈനി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഇതിന്റെ കൺസേൺഡ് ഷേഖിനെ കണ്ടുപിടിച്ചിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 50 million യമൻ മണിയാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ അതിൽ നമുക്ക് അത് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ കുറയോ കൂടുകയോ ചെയ്യട്ടെ, അതൊരു വിഷയമല്ല ഇവിടെ. അത് സാമു വളരെ ആത്മാർത്ഥമായി, ഞാൻ ഡെയിലി സാമുമായിട്ട് ബന്ധപ്പെടുന്നു. അതിൽ നമുക്ക് അറിയേണ്ടത് പ്രത്യേകിച്ചും ഈ എമൗണ്ട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണല്ലോ. അതിൽ ഏത് തരത്തിലുള്ള ഇടപെടലിന് കഴിയും ശ്രീ വൈറഹിം നമുക്ക്? അത് സംഘടന, പ്രത്യേകിച്ചും താങ്കൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഇടപെടാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മ ഒരു ബ്ലഡ് മണി ഈ കൂട്ടായ്മ ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇത് ഏറ്റെടുക്കണമല്ലോ. കാരണം പ്രവാസികൾക്ക് വിഷമം വരുമ്പോൾ പ്രവാസികളാണ് മുന്നിട്ടിറങ്ങി അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഗവൺമെന്റുകൾ, അത് സ്റ്റേറ്റ് ആവട്ടെ സെൻട്രൽ ആവട്ടെ, നമ്മളെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കുട്ടിയാണ്, ഒരു പ്രവാസിയാണ്, ആ പ്രവാസിയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതാണ് ഈ ദിയാമണി. അത് ഏതർത്ഥത്തിലായാലും ആ ദിയാമണി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സമാഹരിച്ച് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം. അതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ കുറയുന്നോ കൂടുന്നോ എന്നുള്ളത് രണ്ടാമതാണ്. കാരണം ഈ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ മണി 50 മില്യൺ യമനി മണി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കേസ് നടത്തുന്നതിന് വേണ്ടി, അതിന്റെ നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള കൺവെയൻസിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ വക്കീലിന്റെ ഫീസ് അടക്കമാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. റിപ്പോർട്ടർ ചാനൽ മുൻകൈ എടുത്ത് അതുപോലെ നികേഷിയൊക്കെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സമാഹരിക്കാൻ കഴിയും. അത് സമാഹരിച്ചേ നമുക്ക് സാധ്യമാകൂ. മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല. ശരി, ശ്രീ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വൈറഹിം പറയുന്നത് അവരുടെ ആ ഒരു കൂട്ടായ്മ ഈ ബ്ലഡ് മണി ഏറ്റെടുക്കാൻ തയ്യാറാണ്. ബ്ലഡ് മണി അവർ ചെയ്യും. അത് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ അവർ എന്തായാലും അത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്താണ് അമ്മയ്ക്ക് റഹീമിനോട് പറയാനുള്ളത്? ചേർന്ന് ചെയ്യും എന്നുള്ളത് അമ്മയും സമാധാനവും സന്തോഷവും വിചാരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരു മനസ്സെടുത്ത് വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ അവളുടെ ജീവനെയും മോചിപ്പിച്ച് നിങ്ങൾ നാട്ടിലെത്തിക്കണം എന്ന് എൻ്റെ അപേക്ഷ. അതിനുവേണ്ടി ഇപ്പോൾ വൈറഹിം പറഞ്ഞതുപോലെ ഇപ്പോൾ വിദേശത്തുള്ള മലയാളികളെല്ലാം തന്നെ അതിനുവേണ്ടി ഒരു കൂട്ടായ ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ വൈറഹിമിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ സാമുവലിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ്മയോടുകൂടി ഇപ്പോൾ ബ്ലഡ് മണി എന്നുള്ളതാണല്ലോ പ്രത്യേകിച്ചും ആകെയുള്ള ഒരു വഴി. ബ്ലഡ് മണി കൊടുത്താൽ നിമിഷയുടെ ജീവൻ തിരികെ കിട്ടുമെന്നതാണ്. പക്ഷെ ആ ബ്ലഡ് മണി അവർ ഇപ്പോൾ പറയുന്നു ശരി ഞങ്ങൾ അത് ചെയ്യാം എന്ന് പറയുമ്പോൾ എന്താണ് വൈറഹിമിനോടൊക്കെ പറയാനുള്ളത്? ഒത്തിരി എനിക്ക് നന്ദി പറയാനുണ്ട്. ഇങ്ങനെ അവളുടെ ജീവൻ രക്ഷിക്കാനും അവളുടെ കുടുംബത്തെ, എൻ്റെ കുടുംബത്തെ തന്നെ രക്ഷിക്കാൻ. ആ കൊച്ചൊരു 7 വയസ്സായ പെങ്കൊച്ചുണ്ട് നിമിഷയ്ക്ക്. കൊച്ചിനെയും അവരുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് മനസ്സ് കാണിച്ചതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ ജീവിതം തന്നെ പോരാ നന്ദി പറയാൻ. കാരണം എനിക്ക് മോളെ നഷ്ടപ്പെട്ട എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. അറബ് രാജ്യത്ത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ രക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. ശ്രീ ജാബിർ, ഇപ്പോൾ വൈറഹിം പറഞ്ഞതുപോലെ വിദേശ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് ഇനി നിമിഷയുടെ, നിങ്ങളുടെ കയ്യിലാണ് നിമിഷയുടെ ജീവൻ. ഈ ബ്ലഡ് മണി കൊടുത്ത ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഏത് തരത്തിലുള്ള മൂവ്മെന്റ് ആയിരിക്കും ഇനി നടക്കുക? അത് ഏറ്റവും പ്രധാനം, നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. ഫണ്ടിങ് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. നേരത്തെ കോവിഡ് കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സമിതി ഗൾഫിൽ മാത്രമായിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ പ്രവർത്തിച്ച ഒരു സമിതിയാണ്. അതിന് പുറമെ ഇപ്പോൾ ലോക കേരള സഭാംഗങ്ങൾ എന്ന രീതിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളും ഇതിന് സഹായമായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുകയാണ്. അതിന്റെ പേരിലാണ് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ. അത് അമേരിക്കാസിലും യൂറോപ്പിലൊക്കെ ഉള്ള ലണ്ടനിൽ നിന്നുള്ള ആളുകളൊക്കെ അതിനകത്ത് വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് ഫണ്ട് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇപ്പൊ എങ്ങനെയാണെന്നുള്ള ഗ്രൗണ്ട് വർക്കൊക്കെ സാമുവൽ ടീം നടത്തുമ്പോൾ ഫണ്ട് കണ്ടെത്തുന്ന കാര്യത്തിൽ നമുക്കത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അവിടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അതിന്റെ ബാക്കി വിശദാംശങ്ങൾ ഇപ്പം പറയേണ്ടതില്ല. ഇപ്പൊ വരുന്ന ദിവസങ്ങൾ 2 ദിവസങ്ങൾ നമ്മൾ അത് ഫൈനലൈസ് ചെയ്യാൻ പോകണം. ഏത് രീതിയിൽ ഫണ്ട് കണ്ടെത്തും എന്നതിനെ കുറിച്ച് ഉടനെ ഇന്നോ നാളെ ആയിട്ട് അതിന് ഫൈനലൈസ് ചെയ്യും. ഏത് രീതിയിലാണ് ഫണ്ട് ചാരിറ്റി അക്കൗണ്ട് തുടങ്ങണമോ മറ്റേ എവിടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു 2 ദിവസത്തിനകം നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സമിതി, ഈ ഒരു കൂട്ടായ്മ എന്തായാലും ഈ ബ്ലഡ് മണി കണ്ടെത്തും. ആ ബ്ലഡ് മണി കൊടുത്ത് നിമിഷയുടെ ജീവൻ രക്ഷപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് ഏത് വഴി എന്നുള്ളതിന് മാത്രമാണ് ഇനിയിപ്പോൾ ഒരു ചിന്തയുള്ളത്, അല്ലേ ശ്രീ ജാബിർ? തീർച്ചയായും അത് എങ്ങനെയെന്നുള്ളത് അതിന്റെ നിയമവശങ്ങളും ആലോചിച്ചാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ വാങ്ങണമോ അതോ പ്ലഡ്ജ് വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും ഓഫർ വാങ്ങിച്ചുകൊണ്ട് ഈ ആവശ്യമായ തുക ആ സമയത്ത് കളക്ട് ചെയ്ത് കൊടുക്കണമോ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതിന് വളരെ സജീവമായിട്ടുള്ള ചർച്ച അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയോടുകൂടി അത് ഫൈനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. വളരെ വലിയ നീക്കമാണ് റിപ്പോർട്ടർ ഇക്കാര്യത്തിൽ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത്. ഇത് കേൾക്കുന്ന മലയാളികൾക്ക്, കേരളത്തിലുള്ള മലയാളികൾക്കും വലിയ രീതിയിൽ ഇതിനെ സഹായിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ
MP എന്ന നിലയിൽ അമ്മ പറഞ്ഞല്ലോ ബ്രഹ്മകുമാരി, അവര് അതുപോലെ ടോമിയും അവര് പിന്നെ അവരുടെ MP ആയ നമ്മുടെ ഡീൻ കുര്യാക്കോസ് MP കണ്ടിരുന്നു. അദ്ദേഹം ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു ഈ ദിയാമണി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ. അദ്ദേഹം ഓൾറെഡി പ്രൈം മിനിസ്റ്റർക്ക് അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു പിന്നെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കോപ്പി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്കും അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സ്റ്റേറ്റ്, അദ്ദേഹം ഒരു മലയാളിയാണ്, മുരളീധരൻ, എന്നിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ. കാരണം ഒരു ഇൻസർജൻസി നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന് അവിടെ പിന്നെ എംബസി വഴി പരിമിതികളുള്ളതുകൊണ്ട് ഡയറക്റ്റ് PM-ന്റെ ഓഫീസിൽ നിന്ന് ഇടപെടാൻ കഴിയും. അതുപോലെ ഈ പിന്നെ ഡീനെ പോലെ MP-മാർ, അതുപോലെ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ, അതുപോലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടിയിട്ട് ടോമി ഒന്ന് പോകണം. ഞാനത് ടോമിയോട് സംസാരിക്കാതിരുന്നതാണ്, ഇന്ന് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. അവരെയും ഇതിനകത്ത് പിന്നെ ബന്ധപ്പെടണം നമ്മള്. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ MP ഇന്നും വിളിച്ചിരുന്നു ഡീൻ കുര്യാക്കോസ്. അദ്ദേഹവും ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് MP എന്ന നിലയിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും 20 MP-മാരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഉപരി കേരള സർക്കാരും നോർക്കയും ഒക്കെ നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ആകട്ടെ. എനിക്കൊരു ചെറിയ ഇടവേള എടുക്കണം. അതിനുശേഷം ഞാൻ അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഇടവേളയിലേക്ക്. She wanna be just about how that be. She met with him by a chance, like you and me. As the sun lights the sky, she starts to glow. She wanna be just about how that be. G-Mart, 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 how we want you. Gopu Nandila G-Mart, all over Kerala. ശുദ്ധമായ ദിനേശ് തേങ്ങാപ്പാലിൽ തയ്യാറാക്കിയാൽ അപ്പം, പായസം, സ്റ്റൂ, ഫിഷ് മോളി, മട്ടൻ കുറുമ എന്നുവേണ്ട വിഭവം ഏതായാലും അതിന്റെ സ്വാദൊന്നു വേറെ തന്നെ. ദിനേശ് തേങ്ങാപ്പാൽ. ആഘോഷിക്കാം ഈ ഓണം രാജകുമാരിയോടൊപ്പം. Rajakumari, the complete shopping center. Josco Designer Jewelry, a whole new collection of gold and diamond. Josco Designer Jewelry, ഇതെല്ലാം എന്റെ ഓൾ ടൈം ഫേവറേറ്റ്. Josco Jewelers. വിൽപ്പനയിൽ 12-ൽ പരം വർഷത്തെ വിശ്വാസം ആർജിച്ച ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർസ് ആണ് ക്യുറാസ്. Curas, the steel doors. Secure door, secure home. ഏവർക്കും M-Phoneന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ പൊന്നോണം വരവേൽക്കാം ഗോപു നന്ദില G-Martനൊപ്പം. ഗോപു നന്ദില G-Mart ഓണം ബിഗ് സെയിൽ. ഗോപു നന്ദില G-Mart കേരളത്തിൽ എല്ലായിടത്തും. വിൽപ്പനയിൽ 12-ൽ പരം വർഷത്തെ വിശ്വാസം ആർജിച്ച ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർസ് ആണ് ക്യുറാസ്. Curas, the steel doors. Secure door, secure home. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ബാലചന്ദ്രൻ, ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ സ്വാഭാവികമായും ചില ആളുകളുമായി ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകുമല്ലോ, പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതൃത്വവുമായി. അല്പസമയം മുമ്പ് വൈറഹിം പറഞ്ഞതുപോലെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായുള്ള മീറ്റിംഗ് താങ്കളെ അഭിഭാഷകൻ എന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചിരുന്നോ? മിസ്റ്റർ ഹൈബിയുടെ എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു, വേണ്ട സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ വന്നതിന് ശേഷം എന്നെ വിളിച്ചിരുന്നു. എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ അദ്ദേഹം പറയുകയും ചെയ്തു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വലിയ സജീവമായ ഇടപെടൽ നടക്കുന്നുണ്ടല്ലേ ഇതിൽ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അതിപ്പം അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ BJP ഭരണമായതുകൊണ്ട്, വിദേശകാര്യമന്ത്രി മലയാളിയും കൂടെ ആയതുകൊണ്ട് സഹമന്ത്രി മിസ്റ്റർ മുരളീധരൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ കത്തുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് ഫലപ്രദമാവും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശരി. അമ്മ ഇങ്ങനെ ആരെങ്കിലും കാണുകയോ പ്രത്യേകിച്ചും മകളുടെ വധശിക്ഷ വന്നതിന് ശേഷം ആരോടെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു? ഞാൻ പോയി ഈ മനുഷ്യാവകാശ കമ്മീഷൻ അവര് ഇടപെട്ടല്ലോ, അവരൊക്കെ എന്നെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ചാനലിൽ കണ്ടുകൊണ്ടാണ് വിളിച്ചത്. കുറച്ച് പെൺകുട്ടികളൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ രാധാകൃഷ്ണൻ പറഞ്ഞ BJP-യിലെ ആളെ ഞാൻ കാണാൻ വേണ്ടി പോയി. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിൽ നിവേദനം, അതായത് എഴുത്തുകളൊന്നും കയ്യിലുണ്ടായില്ല. പെട്ടെന്നാണല്ലോ വധശിക്ഷ വന്നത്. അപ്പം നമ്മളറിയാം, ഇത് എല്ലാവരും ചാനലായിട്ട് ഞാൻ ബന്ധപ്പെട്ടതാണ്.
എൻ്റെ മോളെ രക്ഷിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കൊച്ചിൻ്റെ കാര്യം അവളുടെ മോൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടോ? വയ്യ റഹീം പറയുന്നു സാമുവലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടോ മകളെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് എത്തി? ഉറപ്പായും രക്ഷപ്പെടുത്തും. എല്ലാവരും ഇടപെട്ട് മോളെ ജീവൻ രക്ഷപ്പെടുത്തും എന്നുള്ള എൻ്റെ പ്രതീക്ഷയോടെയാണ് ഞാനിരിക്കുന്നത്. പ്രതീക്ഷയോടെ എല്ലാ പ്രതീക്ഷയോടെയും കാത്തിരിക്കണം. ടോണി, ഇപ്പോൾ വയ്യ റഹീം ഉൾപ്പെടെയുള്ളവർ, വയ്യ റഹീം, ജാബിർ, സജീവ് ഇവരൊക്കെ തന്നെയും സംസാരിച്ചപ്പോൾ താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതായത് ഈ ബ്ലഡ് മണിയുടെ കാര്യത്തിൽ ഇനി ബ്ലഡ് മണി എങ്ങനെയാണെങ്കിലും സ്വരൂപിക്കും, അത് ഏത് തരത്തിൽ വേണമെന്നുള്ളതിനെ കുറിച്ച് അവർ ആലോചനകൾ നടത്തുന്നുണ്ട്. അത് ഇന്നും നാളെയുമായി അതിനും ഒരു രൂപമുണ്ടാകും. അപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ആ ഒരു ആശങ്ക വേണ്ട എന്ന രീതിയിലാണ്. ആശ്വാസമുണ്ടോ ടോണി? ടോമിയുടെയാണോ? അതെ അതെ, ഓക്കെ, തീർച്ചയായിട്ടും അതായത് 100%. കാരണം ആശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 5.25 വർഷമായിട്ട് ഞങ്ങൾക്ക് നേരെ തന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കൊച്ച് 6 വയസ്സ്, ഇപ്പം ഏതാണ്ട് 5.25 വയസ്സായി, ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ ഒന്ന് കണ്ടിട്ടും ഒന്ന് സംസാരിക്കാൻ ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ കണ്ടിട്ടും ഞാനും ഭാര്യയും തമ്മിൽ കണ്ടിട്ടും 5.25 വർഷമായി. അതിലൂടെ ഉണ്ടാകുന്ന ഒരു വിഷമ കുഞ്ഞിന്റെ അതും ഞാൻ ഉൾക്കൊള്ളുന്നു. എന്നെ കൊണ്ട് ആവുന്ന പോലെ ഞാൻ ആ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും ഇത്ര നാളും കാണാത്ത ഒരു ആഗ്രഹം ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ കുഞ്ഞ് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അമ്മയുടെ കണ്ണ് നിറയുന്നു, അതോടൊപ്പം തന്നെ എന്റെ കണ്ണും നിറയുന്നു. അമ്മ കുഞ്ഞ് പറയുന്ന വാക്കുകൾ അത്രത്തോളം ഉണ്ട്, വലുതുണ്ട്. അതിന് പോരായ്മകളും ഉണ്ട്. പക്ഷെ ദൈവത്തെ വിളിക്കുന്നു, നമ്മൾ ഒരുപാട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പറ്റുന്നവരെ നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി കേണപേക്ഷിക്കുന്നു. ഇതിലൂടെ എന്തായാലും ഇത്രത്തോളം എത്തിയൊരു സ്ഥിതിക്ക് വളരെ ആശ്വാസം തന്നെയാണ്. വളരെ നല്ല 100% ആശ്വാസ വാക്കുകൾ തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇനി ഈ ഒരു വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. പുറകോട്ട് പോകുകയല്ല, അത് മുന്നോട്ട് തന്നെയുള്ള ഭാഗത്തേക്ക് തന്നെ ചിന്തിച്ച് എല്ലാവരെയും സഹകരണവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ 100% ഞാൻ തൃപ്തൻ തന്നെയാണ്. പക്ഷെ എത്രത്തോളം ഉണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നുള്ള ആ ഒരു വിശ്വാസം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വായു കൊണ്ട് മാത്രം എന്നുള്ളതല്ല, പ്രവൃത്തി കൊണ്ട് ഉള്ള ഭാഗം തന്നെ അതിൽ ഉണ്ടാവും എന്ന് തന്നെ 100% വിശ്വസിക്കുന്നു. ശരി, വളരെ നന്ദി ടോമി. ഒപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, വയ്യ റഹീം, ജാബിർ, സജീവ്, ഒപ്പം തന്നെ നിമിഷയുടെ അമ്മ, അഭിഭാഷകൻ ബാലചന്ദ്രൻ എന്നിവർക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.